സമാധാനം പുലരാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം ബാക്കിയെന്ന രീതിയിൽ ലോകമാധ്യമങ്ങളൊക്കെ തന്നെ വലിയ തോതിൽ ഈ MOU ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഞായറാഴ്ച ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയുണ്ട്. ഈ ഘട്ടത്തിലും ഇറാൻ ഇതിനോട് അവിടെയും ഇവിടെയും തൊടാത്ത രീതിയിൽ, അതായത് ഇറാൻ കീഴടങ്ങിയിട്ടില്ല, എന്നാൽ ചില അപാകതകൾ ഈ കരാറിലുണ്ട് എന്നുള്ള പ്രസ്താവന പുറത്തുവിട്ടിരിക്കുന്നു. പക്ഷേ ഇതിലൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അമേരിക്കയും ഇറാനും സമാധാനത്തിൻ്റെ പാതയിലേക്ക് കുതിക്കുകയാണെങ്കിൽ മറുഭാഗത്ത് ഈ ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്ന പ്രധാന വ്യവസ്ഥകളിലൊന്നായിട്ടുള്ള ഇസ്രയേലിനെ പിടിച്ചുകെട്ടുക എന്നുള്ളത്, ലബനിലേക്കുള്ള ആക്രമണം അവസാനിപ്പിക്കുക എന്നുള്ളതിൽ ഇസ്രയേൽ മുഖം തിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം നമ്മൾ ഈ ചർച്ച നടത്തുന്നതിന് അരമണിക്കൂറിന് മുന്നേയും ലബനൻ്റെ തലസ്ഥാനമായിട്ടുള്ള ബെയ്റൂട്ടിൻ്റെ തെക്കൻ മേഖലകളിലൊക്കെ തന്നെ ശക്തമായ മിസൈൽ ആക്രമണം ഇസ്രയേൽ നടത്തിയിട്ടുണ്ട്. എന്ത് തരത്തിലുള്ളൊരു പ്രകോപനമാണ് ഇസ്രയേൽ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ള സംശയം പലരും. തീർച്ചയായിട്ടും ഈ ഒരു സമാധാന ഉടമ്പടി ഒപ്പുവെക്കുകയാണെങ്കിൽ ലോകത്തിന് മുഴുവനും അത് നല്ലതാണ്. നമുക്കറിയാമല്ലോ, നമ്മുടെ രാജ്യം ഉൾപ്പെടെ നമ്മളൊക്കെ വളരെ ആശങ്കയോടെയാണ് കഴിഞ്ഞ മാസങ്ങളായി കഴിയുന്നത്. നമ്മുടെ പശ്ചിമേഷ്യയെ സംബന്ധിച്ച് വിശേഷം 1 കോടിയോളം ഭാരതീയര് ജോലി ചെയ്ത് ജീവിക്കുന്ന 6 GCC രാജ്യങ്ങൾ ഉൾപ്പെടുന്ന മേഖല കൂടെയാണ്. ഈ മേഖലയിൽ ഒരു സമാധാനം വരുന്നത് നമുക്കെല്ലാവർക്കും തീർച്ചയായിട്ടും ഒരു ആശ്വാസം തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ വിഷയം ട്രംപാണ്. ഈ വിഷയം ട്രംപ് പറയുന്നത് നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും എന്നുള്ളതാണ് അടിസ്ഥാനപരമായ പ്രശ്നം. കാരണം ഈ കഴിഞ്ഞ 3 വർഷമായി തുടരുന്ന യുദ്ധമാണെങ്കിൽ പോലും ഈ 2026 ഫെബ്രുവരി 28 തുടങ്ങിയ യുദ്ധത്തിന് ശേഷം ഇപ്പം നിലവിൽ വെടിനിർത്തലുണ്ടെങ്കിൽ പോലും ട്രംപ് ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തി നമ്മളെ വല്ലാത്ത രീതിയിൽ, നമുക്ക് ഒരു ലോകരാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഒരാളിന് ഒരു സൂപ്പർ പവർ എന്ന് പറയുന്ന അമേരിക്കയുടെ ഒരു പ്രസിഡന്റിനെ വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിലുള്ള വാക്കുകളാണ് അദ്ദേഹം ഓരോ നിമിഷവും, അത് ചിലപ്പോൾ ഒരു ദിവസം തന്നെ 6ഉം 7ഉം തരത്തിൽ ഉള്ള പ്രതികരണങ്ങൾ പറയാറുണ്ട്. അതുകൊണ്ട് ഇതിൽ ഞാൻ കാത്തിരിക്കുന്നത് ഇറാന്റെ നേതൃത്വത്തിൽ നിന്ന് വരുന്ന വാക്കുകൾക്കാണ്. കാരണം ഈ വിഷയത്തിൽ ഇതുവരെ ഇറാൻ ഔദ്യോഗികമായ ഒരു സമ്മതം പറഞ്ഞിട്ടില്ല. അതിന് ഒരു പ്രധാന കാരണം, ഇറാൻ മുന്നിൽ വയ്ക്കുന്ന ഒരു പ്രധാന ഡിമാൻഡ്, നേരത്തെ തന്നെ ആദ്യം നമ്മളെ ഇസ്ലാമാബാദിൽ നടന്ന ചർച്ച സമയത്തും ഇറാൻ 10 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. ആ 10 നിർദ്ദേശങ്ങളും അമേരിക്കയ്ക്ക് സ്വീകരിക്കാൻ കഴിയാത്തതാണ് അതിൽ ബഹുഭൂരിപക്ഷ നിർദ്ദേശങ്ങൾ. അതിൽ പശ്ചിമേഷ്യയിൽ നിന്നുള്ള അമേരിക്കയുടെ താവളങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കണമെന്നുള്ളൊരു നിർദ്ദേശം പോലും അതിനകത്തുണ്ടായിരുന്നു. അത് പ്രായോഗികമല്ലാത്തതാണ് എന്നുള്ളത് ആണെങ്കിൽ പോലും. പക്ഷെ ഇന്ന് വരെ ഈ പുതിയ ഉടമ്പടിയിൽ അമേരിക്ക പറയുന്ന ഓരോ വിഷയങ്ങളുണ്ടല്ലോ, അത് എന്തായാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം അത് സ്വീകരിക്കാൻ കഴിയില്ല. ഒന്ന്, ആണവ സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഇറാൻ ഈ യുദ്ധം തുടങ്ങുന്ന കാലഘട്ടം മുതൽ തന്നെ പറയുന്നത് അവർക്കതിൽ പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടാകണമെന്ന് തന്നെയാണ്. അപ്പോൾ ആണവ ശക്തിയായി ആ രാജ്യം മാറാൻ ശ്രമിക്കുന്നില്ല എന്ന് ഒരു ഭാഗത്ത് പറയുമ്പോൾ തന്നെ അന്താരാഷ്ട്ര IAEA പോലെയുള്ള ഒരു അന്താരാഷ്ട്ര ഏജൻസികൾക്ക് അവിടെ നിരീക്ഷിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലെ ഇൻസ്പെക്ഷൻ നടത്താനോ ഉള്ള അവകാശം ഇറാൻ നിഷേധിച്ചിരുന്നു. ഇനിയും അതിനെ തുടരും. എന്നാൽ അവർക്ക് ഏതാണ്ട് 60% വരെ സമ്പുഷ്ടീകരണം, യുറേനിയം സമ്പുഷ്ടീകരണം അവർ ചെയ്തു എന്നാണ് കരുതപ്പെടുന്നത്. അത് സാധാരണഗതിയിൽ നമ്മൾ നോൺ പ്രോളിഫറേഷൻ ട്രീറ്റിയിൽ ഒപ്പുവെച്ച രാജ്യമാണ് ഇറാൻ. ആ കരാറ് പ്രകാരം 5% മുകളിലേക്ക് സമ്പുഷ്ടീകരണത്തിന് ആവശ്യമില്ല. കാരണം സിവിലിയൻ ആവശ്യങ്ങൾക്ക് അതിന്റെ ആവശ്യമേ ഉള്ളൂ. അപ്പൊ ഇറാന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ആണവ ശക്തിയായി മാറുക എന്നതാണ്. ഈ ആണവ ശക്തിയായി മാറുക എന്നുള്ളത് ഒരു തരത്തിലും ഇസ്രയേലിന് അംഗീകരിക്കാൻ കഴിയില്ല. അപ്പോൾ ഈ അമേരിക്ക അങ്ങനെ ഒരു ഉടമ്പടി ഒപ്പുവെച്ചാലും ഈ മേഖലയിലെ സഹകരണം, നമുക്ക് ശാശ്വതമായ സഹകരണം ഉണ്ടാകണമെങ്കിൽ അതിൽ ഇസ്രയേൽ കൂടെ ഒരു കക്ഷിയാകണം. അപ്പൊ ഇസ്രയേൽ കക്ഷിയാകാതെ വരുന്ന ഒരു ഉടമ്പടിക്കും പശ്ചിമേഷ്യയിൽ ഒരു ശാശ്വതമായ സമാധാനം കൊണ്ടുവരാൻ കഴിയില്ല. മറ്റൊന്ന്, ഇപ്പൊ നമുക്ക് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ട്രംപിന് ഒരു മാന്യമായ ഒരു എക്സിറ്റ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഈ യുദ്ധത്തിൽ ട്രംപ് തികഞ്ഞ പരാജയമായിരുന്നു. അപ്പം പശ്ചിമേഷ്യയിലെ GCC 6 രാജ്യങ്ങളും അമേരിക്കയുമായിട്ട് സൈനിക സഖ്യത്തിലുണ്ട്. അമേരിക്കയുടെ താവളങ്ങൾ, ഏതാണ്ട് 18ഓളം താവളങ്ങൾ ഈ മേഖലയിൽ തന്നെ അമേരിക്കയ്ക്കുണ്ട്, സൈനിക താവളങ്ങളുണ്ട്. അതില് നേവിക്കും അതുപോലെ അവരുടെ സെൻട്രൽ കമാൻഡ് ഉണ്ട്, അതുപോലെ എയർഫോഴ്സിന്റെ ഒക്കെ വളരെയധികം വിന്യസിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും ആ രാജ്യങ്ങൾ ഇതുവരെ യുദ്ധത്തിൽ അമേരിക്കയോടൊപ്പം പങ്കാളികളായിട്ടില്ല. മാത്രമല്ല GCC രാജ്യങ്ങളിൽ 6 രാജ്യങ്ങളിലും കൂടാതെ നേരത്തെ അവര് സൈപ്രസിൽ ആക്രമിച്ചിരുന്നു, അതുപോലെ
ഈ ജോർഡാനിൽ ആക്രമിക്കുകയുണ്ടായി. ആ തരത്തിൽ ഇറാൻ എല്ലാ രാജ്യങ്ങളെയും ആക്രമിക്കുന്ന തരത്തിലേക്ക് ഹോർമൂസിനെ ഒരു ആയുധമാക്കി ഇറാൻ മാറ്റിയെന്നുള്ളതാണ്. അവിടെയാണ് ഈ യുദ്ധത്തിൽ ഇറാന്റെ വിജയം എന്ന് പറയുന്നത്. അപ്പം ഇറാൻ വളരെ നീണ്ട നാളായി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വിഷയം തന്നെയായിരുന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്കും സ്വതന്ത്രമായി അന്താരാഷ്ട്ര തലത്തിൽ നമ്മുടെ ഈ ഓയിൽ അല്ലെങ്കിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് മൂവ് ചെയ്യാൻ കഴിയാത്ത തരത്തിലേക്ക് വരികയും അത് ലോകത്തെ മുഴുവനും ബാധിക്കുന്ന ഒരു വിഷയമായി മാറുകയും ചെയ്തു. അപ്പം അത്തരം ഒരു സാഹചര്യത്തിൽ അമേരിക്കയാണ് ഈ യുദ്ധത്തിന് ഈ ഒരു വ്യാപ്തി നൽകിയത്. അല്ലെങ്കിൽ പശ്ചിമേഷ്യയിലെ സംഘർഷം ഇറാനിയൻ പ്രോക്സികളും ഇസ്രയേലും തമ്മിലായിരുന്നു നേരത്തെ തുടർന്നുകൊണ്ടിരുന്നത്. പ്രോക്സികൾ എന്ന് ഉദ്ദേശിച്ചത് ഇറാൻ തന്നെ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുള്ള അവരുടെ ഒരു മുന്നണിയുണ്ട്, ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്നാണ് അതിനെ പറയുക. അതിൽ ഇറാൻ സ്പോൺസർ ചെയ്യുന്ന യമൻ ബേസ് ചെയ്തിട്ടുള്ള ഹൂതികളും അതുപോലെ ഗാസ ബേസ് ചെയ്തുള്ള ഹമാസും അതുപോലെ ലെബനൻ ബേസ് ചെയ്തുള്ള ഹെസ്ബുള്ളയുമാണ് ഈ ഇറാൻ കൂടെ ചേർന്ന ഈ 4 കക്ഷികൾ ചേരുന്നതാണ് ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ്. അതിൽ ഇറാൻ മാത്രമാണ് ഒരു രാജ്യത്തിന്റെ പദവിയുള്ളത്, മറ്റത് നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ആണ്. അപ്പൊ ഈ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ആയി കരുതുന്ന ഈ ഇറാനിയൻ പ്രോക്സികളും ഇസ്രയേലുമാണ് നിരന്തരം സംഘർഷത്തിൽ വരുന്നതും ആ സംഘർഷം തുടരുകയാണ്. അപ്പൊ ഇറാൻ നേരത്തെ മുന്നിൽ വെച്ച ഒരു പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഇസ്രയേല് ലെബനനിൽ നിന്ന് പൂർണ്ണമായിട്ടും പിൻവാങ്ങണമെന്നും അവിടെ ഒരു തരത്തിലുമുള്ള ഇസ്രയേലിന്റെ സൈനികമായ ഇടപെടൽ പാടില്ല എന്നുള്ളത് ഒരു പ്രധാന കണ്ടീഷനായിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ അത് അമേരിക്കയ്ക്ക് ഉറപ്പ് കൊടുക്കാൻ കഴിയുന്നതല്ല. മാത്രമല്ല ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യം എന്നുള്ള തലത്തിൽ അവരെ സംബന്ധിച്ച് ഇസ്രയേലിന് അവരുടെ സെൽഫ് ഡിഫൻസിനുള്ള അവകാശമുണ്ട്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാർട്ടർ പ്രകാരം ആർട്ടിക്കിൾ 51 പ്രകാരവും എല്ലാ അംഗരാജ്യങ്ങൾക്കും ഈ സെൽഫ് റെസിസ്റ്റൻസ്, അതായത് ഏതെങ്കിലും ഒരു ആക്രമണകാരി അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ അവരുടെ സുരക്ഷിതത്തിന് എതിരായി വരുന്നെങ്കിൽ അവർക്ക് പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇസ്രയേലിന് ഇത്തരമൊരു ഉടമ്പടിയിൽ സഹകരിക്കാൻ കഴിയാതെ വരും. അപ്പൊ പശ്ചിമേഷ്യയിലെ സമാധാനം വരണമെങ്കിൽ അടിസ്ഥാനപരമായ പ്രശ്നം എന്ന് പറയുന്നത് പാലസ്തീനിയൻ ക്വസ്റ്റ്യൻ ആണ്. അപ്പം പാലസ്തീനിൽ 2 രാഷ്ട്രങ്ങൾ എന്നുള്ള ഒരു കോൺസെപ്റ്റ് അറബി ലോകം ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. ഏതാണ്ട് വിരലിലുണ്ടാവുന്ന രാജ്യങ്ങൾ മാത്രമാണ് ഇസ്രയേലിനെ അംഗീകരിച്ചിട്ടുള്ളൂ, ഒരു ഇസ്രയേൽ എന്നുള്ള രാജ്യത്തിന്റെ എൻറ്റിറ്റി അംഗീകരിച്ചിട്ടുള്ളൂ. അതുപോലെ നയതന്ത്ര ബന്ധം 57 OIC രാജ്യങ്ങളിൽ, ഇസ്ലാമിക രാജ്യങ്ങളിൽ വെറും 6 രാജ്യങ്ങളിൽ മാത്രമാണ് നയതന്ത്ര ബന്ധം പോലും ഇസ്രയേലുമായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പശ്ചിമേഷ്യൻ പ്രശ്നം സോൾവ് ചെയ്യണമെങ്കിൽ പാലസ്തീനിയൻ പ്രശ്നം ഒത്തുതീർപ്പാകണം. അതിന് നടപടികളൊന്നുമില്ലാതെ ട്രംപ് മുന്നിൽ വെക്കുന്ന ഈ നിബന്ധനകളിലൂടെ ഒരു സമാധാനം ഈ മേഖലയിൽ വരാൻ സാധ്യത കുറവാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.